കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും നമുക്ക് ചുരുക്കം ചില വിശ്വാസികൾക്ക് ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഇതുവരെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, മറുപടി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ പിടിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും നമ്മളതിന് മെനക്കെടുകയില്ലായിരുന്നു. വീണ്ടും നാം ആഹാരം വെടിഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കുകയില്ലായിരുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ പലതും ദൈവഹിത പ്രകാരമുള്ളത് ദൈവം നടത്തി തന്നു. ഇനിയും ദൈവം നടത്താൻ ശക്തനാണ്. അതിൻ്റെ ഉറപ്പിന്മേലാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. നാം യഥാർത്ഥമായി ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ അദൃശ്യനായ ഒരു ദൈവത്തെ കണ്ടുകൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയോ ഒരു വിഗ്രഹത്തെയോ നമസ്കരിച്ചുകൊണ്ടോ അതിൽ നമ്മുടെ മനസ്സ് ആകർഷിച്ചുകൊണ്ടോ അല്ല പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ക്രിസ്ത്യാനി വിഗ്രഹാരാധികളല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അല്ല. അവർക്ക് ജീവനുള്ളൊരു ദൈവമുണ്ട്, സകലർക്കും ജീവനുള്ളൊരു ദൈവമുണ്ട്. അത് ചിലർ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ മനസ്സിലാക്കി ആരാധിക്കുന്നു. ചിലർക്കത് ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ആ ഭാഗ്യം ലഭിച്ച നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. ദൈവം ചെയ്തൊരു കൃപയാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാർക്ക് കഴിയാതിരുന്ന ആ സത്യദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനും അവനെ ആരാധിക്കുവാനും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, ഏതെങ്കിലും വിഷയങ്ങളുണ്ടായാൽ ലോകത്തിലുണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടായാൽ ആ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു ധൈര്യവും മനോബോധവും നമുക്ക് തരുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തന്ന ദൈവമായതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം മനുഷ്യർ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിൻ്റെ കാരണം അവർ മറ്റു പലതിലുമൊക്കെ ആശ്രയിച്ചിട്ട് അവർക്ക് യാതൊന്നും മറുപടി കിട്ടിയില്ല. അവരെ സഹായിപ്പാൻ മറ്റു പലർക്കും കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ അവർ വിശ്വാസ ജീവിതത്തിലേക്ക് കർത്താവായ യേശുവിൻ്റെ പാതയിലേക്ക് ഇറങ്ങി വരുന്നവരാണ്. അവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനും കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. മതി, പിശാചിന് ഇടം കൊടുക്കരുത് എന്നാണ്. പിശാച് ഭയങ്കര തന്ത്രശാലിയാണെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ തന്ത്രത്തിലൂടെ നുഴഞ്ഞു കയറി കലക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. തന്ത്രത്തിലൂടെ അല്ലാതെ നേരെയുള്ള വഴിക്ക് പിശാച് വന്നാൽ അവൻ്റെ ഒരു പണിയും നടക്കുകയില്ലെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. അവൻ തനി പിശാചാണ് എന്ന് ചിന്തിച്ച്, അതുകൊണ്ട് ഞാൻ പിശാചാണ്, ഞാൻ തന്ത്രശാലിയാണ് എന്ന് പറഞ്ഞ് വന്നാൽ ഒരിക്കലും അവനെ ആരും കൈക്കൊള്ളില്ല എന്ന് ആർക്കറിയാം? ഈ സാത്താൻ അറിയാം. സാത്താൻ ഒരു ആത്മീയ ശരീരമുള്ള
ഒരു വ്യക്തിയല്ല, ആത്മീയ ജീവിയാണ്. അത് മനുഷ്യനിലേക്ക് കടക്കാൻ സാധിക്കും, മൃഗങ്ങളിൽ കടന്ന് പ്രവർത്തിക്കാൻ കഴിയും. അതിനൊക്കെ ഉദാഹരണം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, അവനെ ആദ്യം നമുക്ക് കാണുന്ന ഏദൻ തോട്ടത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി കിടന്നു എന്നുള്ളൊരു ഭാഗം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഭൂമി പാഴും ശൂന്യമായി തീരാൻ കാരണം ഈ സാത്താന്റെ തന്ത്രമാണ്, സാത്താന്റെ അഹങ്കാരമാണ്, നിഗളമാണ്. അതെത്ര കാലം അങ്ങനെ കിടന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും അതിന് ഒരു വിരാമം ഇടുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ മുൻ പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമിയെ സാത്താൻ നശിപ്പിക്കാതിരിക്കാൻ ആ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത്. ഭൂമിയെ പരിപാലിക്കുകയായിരുന്നു. ആ ഭൂമിയെ വീണ്ടും ഒരു ഉണങ്ങിയ നിലമാക്കി കാണിക്കുവാനും നിലനിർത്തുവാനും അതിൽ മനുഷ്യവാസം കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആദ്യം മുതലേ സാത്താൻ തന്ത്രശാലിയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞ കൽപ്പന, ഉപദേശം എന്തായിരുന്നു? നിങ്ങൾ ഈ തോട്ടം സൂക്ഷിക്കണം, ഈ വേല ചെയ്യണം, ഇത് സൂക്ഷിക്കുകയും ചെയ്യണം. നമുക്കറിയാം, ആദ്യ മനുഷ്യനാണ് ആദവും ഹവയും. ഈ തോട്ടം സൂക്ഷിക്കാൻ അന്ന് ദുഷ്ടമൃഗങ്ങളോ ദുഷ്ടമനുഷ്യരോ ഇല്ല. പിന്നെ ആരിൽ നിന്നാണ് ഈ തോട്ടം സൂക്ഷിക്കേണ്ടത്? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ബൈബിളിന്റെ പല ഭാഗങ്ങളിലായി പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. പിശാചിന്റെ തന്ത്രങ്ങളെ വ്യക്തമാക്കി ബൈബിൾ പഠിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത്. പിശാചിന് ഇടം കൊടുത്താൽ അതൊരു തകർച്ചയുടെ ഒരാരംഭമാണ്. പിശാച് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വരുന്നവൻ അല്ല. അവന്റെ വരവിന്റെ ലക്ഷ്യം കലക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്, തകർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്, ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ്, രക്തപ്പൊഴി ഒഴുക്കുക എന്നുള്ളതാണ്. അവൻ കടന്നു വരുന്ന തന്ത്രത്തിലൂടെ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ടാണ് കടന്നു വന്നത്, അല്ലേ? ആ സന്ദർഭത്തിൽ ഹവ്വ എന്ത് ചെയ്തു? ആദമിൽ നിന്നൊരല്പം അകന്ന് ഒന്ന് ഊടാടാൻ പോയതാ, ഒന്ന് ഊടാടി സഞ്ചരിക്കാൻ പോയതാ, ദേശമൊക്കെ ഒന്ന് കാണാൻ. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂടുതൽ ഊടാടാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. തിരിച്ചു വന്നപ്പം ഒരു പഴവുമായിട്ടാണ് വന്നത്, അല്ലേ? നമ്മൾ ബൈബിളിൽ അത് വായിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമുക്കറിയാം, പിശാചിന്റെ തന്ത്രം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ വളരെ തന്ത്രശാലിയാണ്. അവൻ വളരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാ സുഖമാണോ, നമ്മളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ജീവിതം പോലും പോകുന്നു, ഏതൊക്കെ വിധത്തിലാണ്, വളരെ തന്ത്രപരമായിട്ടാണ് അവൻ്റെ കടന്നുവരവ്. വഞ്ചനാ മനോഭാവത്തിൽ അവൻ്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയാ? ഈ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കളയണം, ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളും അവൻ ഒരിക്കലും പ്രാപിക്കരുത്. ഇങ്ങനെ വിവിധ നിലകളിലുള്ള തന്ത്രത്തിലൂടെയാണ് അവൻ കടന്നു വന്ന് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അല്ലാതെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല. പിശാച് അധികാരം നടത്തുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടിയുമല്ല. അവൻ കലക്കമുണ്ടാക്കാൻ വേണ്ടി തന്ത്രത്തിലൂടെ കടന്നു വന്നതാണ്. ആ സന്ദർഭത്തിലാണ് ഹവ്വ പിശാചുമായിട്ട് സംഭാഷിക്കുന്നു. പിശാചുമായിട്ട് സംഭാഷിച്ചു. എന്താ? ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊന്നും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഈ തോട്ടങ്ങളിലെ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ ഞങ്ങൾക്ക് തിന്നാം, പക്ഷേ ഇതിൻ്റെ നടുവിലൊരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, അത് തിന്നരുത്,
പിന്നെ അവളൊരു കള്ളവും കൂടെ ചേർത്ത് പറഞ്ഞു, തൊടുകയും വരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചില്ല. അത് തിന്നരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സാത്താൻ അവൻ്റെ തന്ത്രം അവനുമായിട്ട് സംസാരിച്ചപ്പോഴേ, അവനുമായിട്ട് ഇടപെട്ടപ്പോൾ, അവനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ എന്താ, അവൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, മരിക്കില്ല, ദൈവം മരിക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ അവൻ തിട്ടമായിട്ട് നിശ്ചയമായിട്ട് പറയാം, മരിക്കില്ല, നിശ്ചയം. ദൈവവചനത്തിലുള്ള വിശ്വാസത്തിനും എതിരായിട്ട് അവൻ പ്രവർത്തിക്കും. എതിരായിട്ട് നമ്മുടെ വിശ്വാസത്തെ അവനോട് ചേർക്കാനായിട്ട്, അവനിലേക്ക് വിശ്വസിപ്പിക്കാനായിട്ട് അവൻ പല തന്ത്രങ്ങൾ കാണിക്കും. ആ സന്ദർഭത്തിൽ ഹവ നോക്കിയപ്പോൾ ആ പഴം വളരെ അതികാമ്യമെന്ന് തോന്നി. അത് വളരെ മനോഹരമായിട്ട് തോന്നി. അത് പ്രത്യേകിച്ചത് അത് കഴിച്ചാൽ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് ഇവൻ പറയുകയും ചെയ്തു. നിങ്ങൾ മരിക്കില്ല നിശ്ചയം, നിങ്ങൾ ദൈവത്തെ പോലെയാകും, വലിയ ജ്ഞാനിയാകും എന്ന് പറഞ്ഞു. ഈ തന്ത്രത്തിൽ ആര് കുടുങ്ങി? ഹവ്വ കുടുങ്ങി. ദൈവത്തിന് സ്തോത്രം. ആ തന്ത്രത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല കഷ്ടതയ്ക്കും കാരണം. ഹല്ലേലൂയ. അന്ന് നമ്മുടെ പൂർവിക മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റ്, അതിന്റെ പരിണിത ഫലമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും. അപ്പോൾ അവന് കയറി മേയാനായിട്ട്, അവന് അധികാരം കൈയാളാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ ബൈബിൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ നമുക്ക് കാണുന്നത്? സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലായിരിക്കുന്നു. സകല ലോകവും പിശാചിന്റെ അധീനതയിലായിരിക്കുന്നു. അപ്പോ ഈ പിശാച് വളരെ തന്ത്രശാലിയായി, തന്ത്രത്തിലൂടെ അധികാരം, ഇക്കാലത്തും സാത്താന്റെ തന്ത്രങ്ങൾ ആത്മീയ ഗോളത്തിലും ഭൗമികമായിട്ടുള്ള തലങ്ങളിലും അവന്റെ തന്ത്രങ്ങളാണ് ഇന്ന് കൈയാളിക്കൊണ്ടിരിക്കുന്നത്. അത് അധികാരത്തിലൂടെയാണ്. പിശാചിനറിയാം, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അധികാരവും സമ്പത്തും ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സമ്പത്ത് ആവശ്യമാണ് മനുഷ്യന് സമ്പത്ത് ആവശ്യമാണ്. അപ്പൊ അധികാരവും കിട്ടി, സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ, അധികാരവും സമ്പത്തും അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലയിലേക്ക് ലോകം അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ തന്ത്രത്തിലൂടെ, വഞ്ചനയിലൂടെ ആരധികാരത്തിൽ വന്നാലും അത് അധികം നാള് നിലനിൽക്കുകയില്ല. അത് പൊട്ടിത്തെറിക്കും, ഒരിക്കലത് തകർന്നു പോകും. അത് വലിയ തകർച്ചയുമായിരിക്കും. ഹല്ലേലൂയ. ഓരോ അവസ്ഥകൾ, മനുഷ്യൻ്റെ അവസ്ഥകൾ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ, ഇപ്പം ഒരു അധികാരം വഞ്ചനയിലൂടെ ഏതെങ്കിലും ആത്മീയ കോളത്തിലോ ഈ ലോകപ്രകാരമോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കൽ അത് പൊട്ടി, അത് ലോകം അറിയാതിരിക്കില്ല. അതുപോലെ തന്നെ വഞ്ചനയിലൂടെ ഒരു വ്യാപാരമോ ഒരുത്തൻ്റെ അധികാരമോ ഒരുത്തൻ്റെ സ്ഥാനമാനങ്ങളുമൊക്കെ നമ്മൾ വഞ്ചനയിലൂടെ നമ്മൾ കരസ്ഥമാക്കിയാൽ അതൊരിക്കലും അത് ശാശ്വതമാകയില്ല. അവനത് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അവന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? എതിർത്ത് നിൽക്കണമെന്നാ. ഒന്ന് വായിച്ചേ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യർ 6:12. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അധർമ്മവും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന്
ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് അതിൻ്റെ 11-ാം വാക്യത്തിലാണ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളി. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അന്ധകാര ലോകാധിപതി ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തെ ഭരിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒന്നല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്താൽ നിയമിതമായിട്ടുള്ള, എന്നാൽ ദൈവം അറിയാതെയല്ല കേട്ടോ. നമ്മുടെ കേരളത്തെ ആണെങ്കിലും ഇന്ത്യയെ ആണെങ്കിലും ആരെങ്കിലും ഭരിക്കുന്നുവെങ്കിൽ അത് ദൈവം അറിയാതെയല്ല, ദൈവം കൊടുക്കുന്ന അവസരമാണ്. അത് ചിലർ വഞ്ചനയിലൂടെ ആയിരിക്കും അധികാരത്തിൽ വരുന്നത്, തട്ടിപ്പിലൂടെ ആയിരിക്കാം, വോട്ടിംഗ് എന്ന ഒരു തന്ത്രത്തിലൂടെ ആയിരിക്കാം അധികാരത്തിൽ വരുന്നത്. പക്ഷെ ദൈവം അറിയാതെ വരുന്നില്ല. കാരണം ഇവിടുത്തെ മനുഷ്യരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഇതിലൂടെ ദൈവം ചെയ്യുന്നു. ആമേൻ. മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. സകല ലോകവും ഇന്ന് ദുഷ്ടന്റെ അധീനതയിൽ, ഇന്ത്യ മാത്രമല്ല സർവ്വലോകവും അധികാരം നടത്തുന്നതിന്റെ ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞു തന്നെയാണ്. പക്ഷെ ദൈവം അറിഞ്ഞാണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ രാജ്യം ഭരിക്കും എന്ന് നമുക്കറിയാം. യഥാർത്ഥ ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു വിശ്വാസിയും വിശ്വസിക്കുന്നുണ്ട്, സമത്വസുന്ദരമായ നല്ലൊരു ഭരണം നടത്തുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അത് കഴിയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ ഭരണത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇലക്ഷൻ സംവിധാനങ്ങളിലൂടെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നു. വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് നിയമമാണ്. ആ നിയമത്തെ നമുക്ക് എതിർക്കാനൊക്കില്ല. അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്. എന്നാൽ ഇതെല്ലാം ദൈവം അറിഞ്ഞാണ് വരുന്നതെങ്കിലും ഇതിലൂടെയൊക്കെ മനുഷ്യൻ്റെ നമുക്കറിയാം, ഇന്ന് ഓരോ വ്യക്തികൾ ഓരോ പാർട്ടികൾ ഉണ്ടാക്കി ആ പാർട്ടികൾക്കനുസരിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രേരണ, അതിനുവേണ്ടി എന്ത് വെല്ലുവിളിയും എന്ത് കൊലപാതകവും എന്ത് ചതിവും എന്ത് വഞ്ചനയും ചെയ്ത് തങ്ങളുടേതായിട്ടുള്ള പാർട്ടി നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥ സത്യസന്ധമായി മാത്രം മുൻപോട്ട് പോകുന്ന, സത്യവും നീതിയും മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി ഇന്ന് ലോകത്തിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ തന്ത്രങ്ങൾ ഏതൊക്കെ നിലകളിലാണ് ദൈവമക്കൾക്കെതിരായിട്ട് ആഞ്ഞു വീശുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ദൈവമക്കൾക്കെതിരായിട്ട് ഇത് ശക്തമായിട്ട് ആഞ്ഞു വീശും. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ദൈവമക്കൾക്കെതിരാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ പറയും, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്താ ആവശ്യം? ദൈവത്തിൻ്റെ സർവായുധം. ദൈവത്തിൻ്റെ സർവായുധം എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന സർവായുധവും. ഈ ആയുധം എന്താ? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സർവായുധം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പിന്നെ കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധിയിൽ. വായിച്ചോ 2 കൊരിന്ത്യർ 10:4 വായിച്ചേ. ഒന്ന് ശബ്ദത്തിൽ വായിക്കണം. 2 കൊരിന്ത്യർ 10:4 മുതൽ താഴോട്ട്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കായത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും, അതിന്റെ 3-ാം വാക്യം മുതൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. മനസ്സിലായോ? യഥാർത്ഥ ക്രിസ്ത്യാനി വടക്കേണ്ടി കടന്ന് അടി കൊള്ളുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? തിരിച്ചടിക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? അവിടെ ഏത് ദിവസമുണ്ട് ക്രിസ്ത്യാനിയെ അടിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഉണ്ടോ മതത്തിന്റെ പേരിൽ? പക്ഷെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഇവിടെ തിരിച്ചടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകമായിട്ടുള്ള മാരകായുധങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി സമരത്തിന് പോകാത്തത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ബസ് തടയാനായിട്ട് തടഞ്ഞു നിർത്താത്തത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി വനം കൊള്ളയ്ക്ക് പോകാത്തത്. അതുകൊണ്ടാണ് യഥാർത്ഥ ക്രിസ്ത്യാനി മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി പോകാത്തത്. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് ജഡീക ആയുധങ്ങൾ എടുക്കുന്നത്. തങ്ങളെപ്പോലെ സമസൃഷ്ടങ്ങളായിരിക്കുന്ന മനുഷ്യനെതിരായിട്ട് ജഡീക ആയുധങ്ങൾ എടുത്ത് വടിയും വാളും മുളവടിയും ഒക്കെ ആയിട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? അവനെ ഭരിക്കുന്ന ആത്മാവ് ദൈവികമല്ല, അത് പൈശാചികമാണ്. ഈ പൈശാചിക ആത്മാവായതുകൊണ്ടാണ് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നു നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ശക്തമായിട്ടുള്ളതാ. ഹല്ലേലൂയ. ഏത് കോട്ടകളെയും ഏത് എതിർപ്പിനെയും ഏത് പ്രതികൂലത്തെയും ഇടിച്ച് അതിനെ തകർക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് മാരകായുധങ്ങളല്ല, അത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. അതിനാലാണ് നമ്മൾ ജീവിച്ചു പോകുന്നു മുൻപോട്ട്. എത്ര കാലം ജീവിക്കുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനയിലൂടെ വിജയിക്കാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. സ്വർഗം ഇടപെട്ട അവിടെ ഒരുത്തനും നിൽക്കാൻ പറ്റുകയില്ല. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ, ജീവിക്കുന്ന ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുവനും ഇവിടെ ഞെളിഞ്ഞ് നെഞ്ചും വിരിച്ച് നിൽക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഒരു കാലത്ത് കർത്താവിൻ്റെ ദിവസം വരുന്നുണ്ട്. അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് വീരൻ അവിടെ നിലവിളിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലേ? വീരൻ അവിടെ നിലവിളിക്കുമെന്ന്. വലിയ വീര്യമുള്ളവൻ, അധികാരമുള്ളവൻ അവിടെ നിലവിളിക്കുമെന്ന്. ശക്തിയുള്ളവൻ നിലവിളിക്കും. ഹല്ലേലൂയ. ഏത് പുരുഷനും നടുവിന് കയ്യും പിടിച്ചുകൊണ്ട് ഗർഭിണിക്ക് പ്രസവന വേദന വരുമ്പോൾ അവള് ഞെളിവിരി കൊള്ളുന്നത് പോലെ ഏത് പുരുഷനും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഭയങ്കരമാണ്. അത് ഇന്നും പ്രവർത്തിക്കാൻ ശക്തമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിജയിക്കുന്ന ഒരു ആയുധമാണ് ദൈവത്തിന്റെ സർവായുധവർഗം. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കൽ എലീശ പ്രവാചകനെ തകർക്കാനായിട്ട് ശത്രു സൈന്യം വന്നു. ആ പ്രവാചക ശിഷ്യന് ഇത് കണ്ടുകൊണ്ട് ഭയപ്പെട്ടു. ഉടനെ പ്രവാചകൻ എന്തു പറഞ്ഞു? കർത്താവെ, അവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ എന്താ? അതിൻ്റെ അപ്പുറത്തായിട്ട് അഗ്നിമയ രഥങ്ങൾ, കോടാനുകോടികൾ അണിനിരന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഹല്ലേലൂയ. അദൃശ്യമേറിയ ശക്തി. നോക്കണം, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരായുധം വേണോ? ഈ പ്രകൃതി ഒന്ന് ഇളക്കിയാൽ, പ്രകൃതിയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ. ഇവിടുത്തുള്ള അധികാരികളുടെ കരങ്ങളിലൊന്നുമല്ല. ഇവിടുത്തെ മഴയും കൊടുങ്കാറ്റും കടലും മലയും ഒക്കെ ആരുടെ കയ്യിലല്ല. ഇവിടുത്തെ ഓരോ അധികാരികളുടെയും കയ്യിലല്ല.
ഒരു MLA-യുടെയും ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു പ്രധാനമന്ത്രിയുടെയും ഒരുവന്റെ കയ്യിലല്ല. ഇതിന്റെ എല്ലാ അധികാരി ദൈവമാണ്. ഇപ്പൊ പിശാച് ഇത് പിടിച്ചു വെച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൻ ഈ ഭൂമിയെ ഇളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് നിർത്താൻ കഴിയും? ഏത് ദൈവങ്ങൾക്ക് നിർത്താൻ കഴിയും? ഏത് ദേവന്മാർക്ക് നിർത്താൻ കഴിയും? ഒരിക്കലും കഴിയില്ല എന്ന് നമുക്ക് യെശയ്യാ പറഞ്ഞു. 24-ാം അധ്യായം എടുത്ത് യെശയ്യാ 24. ഇരുപത്തിനാലിൽ 22 മുതലൊന്ന് വായിച്ചേ. വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും. അതിന്റെ 24 1 മുതൽ വായിച്ചു. യഹോവ ഭൂമിയെ വിജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറയ്ക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം വിജനമായി കവർച്ച ചെയ്യപ്പെട്ടു പോകും. യഹോവയല്ലോ ഈ വചനം അരുൾ ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ചു വാടുന്നു. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിന് നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഭരണം കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയെ സ്വർഗമാക്കുമെന്ന് പറഞ്ഞാണ് എല്ലാ പാർട്ടികളും ഭരിക്കുന്നത്. ഇവരുടെയൊക്കെ നിഗളവും അഹങ്കാരവും ക്രൂരതയും എത്രയധികം ഉയർന്നു വരുന്നുവോ അതുവരെ കർത്താവ് നോക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഭൂമിയെ ഞാൻ കീഴ്മേൽ മറിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയെ കീഴ്മേൽ മറിക്കും. ഒരുത്തനും ആരെയും രക്ഷിക്കാൻ കഴിയുകയില്ല. മനുഷ്യൻ ആശ്രയിക്കുന്ന ഒരു ദേവന്മാർക്കും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. ജീവനുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ലോകം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ തക്കൊണ്ട് ഇവിടെയായിത്തീരും. ഒന്ന് വായിച്ച യെശയ്യാ 24 അതിന്റെ 18 മുതൽ വായിച്ചേ. പേടിയും കണിയും നിനക്ക് 17 വാക്യം വായിക്കേ. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകജാതികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഉയരത്തിലെ കിളിവാതിൽ ഒരു ദിവസം തുറക്കും. ഹല്ലേലൂയ. അത് തുറക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തുവാ? പണ്ട് ഈ ഉയരത്തിലെ ആകാശത്തിലെ കിളിവാതിലൊക്കെ ഒന്ന് തുറന്നായിരുന്നു. എന്താ സംഭവിച്ചത്? പണ്ട് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? നോഹയുടെ കാലത്ത് അവൻ ഭൂമിയുടെ ഉറവയെ തുറന്നു. ജീവനുള്ള ദൈവം, സൃഷ്ടിതാവായ ദൈവം, സകലത്തെയും തന്റെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഭൂമിയുടെ കിളിവാതിൽ തുറന്നു. ആ ഭൂമിയുടെ ഉറവകൾ തുറന്നു. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആ പെട്ടകത്തിൽ കടന്ന 8 പേർ മാത്രം രക്ഷപ്പെട്ടു. അതുകൂടാതെ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് കയറിയ കുറച്ച് മൃഗങ്ങളും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ വെള്ളത്തിൽ മത്സ്യത്തിന് കയറുണ്ടല്ലോ, മത്സ്യം വെള്ളത്തിൽ തന്നെയുണ്ട്. അപ്പോ അവൻ ഉയരത്തിന്റെ കിളിവാതിൽ തുറന്നത് അന്ന് ഭൂമിയെ എങ്ങനെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. ഭൂമി ജലപ്രളയത്താൽ നശിച്ചു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പോയി അന്ത്യകാലത്ത് ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ആദ്യം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നത്
ലോകത്തിലെ പാപനിമിത്തം, ക്രൂരത നിമിത്തം, അക്രമ നിമിത്തം, അനീതി നിമിത്തം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ അവൻ ജലപ്രളയം അയച്ചുവെങ്കിൽ ഈ അന്ത്യകാലത്ത് ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്നതിന്റെ ഉദ്ദേശം ഈ ഭൂമിയെ ഒന്ന് വിറപ്പിക്കാൻ പോകുക. ഭൂമി എന്ത് ചെയ്യാൻ പോകുന്നു? ആ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ദൈവം ഇളക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുമ്പോൾ ആർക്ക്, ഏത് അധികാരിക്ക്, ഏത് വില്ലന്, ഏത് യജമാനന്, ഏത് സമ്പന്നന് ഇവിടെ നിൽക്കാൻ കഴിയും? ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയും. ഹല്ലേലൂയ. വായിച്ചോ. നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടികേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീടും. പേടിച്ചെല്ലാവനും ഓടും. ഏതവനും ഓടും. അത് അധികാരികളെന്നോ വീരനെന്നോ വില്ലനെന്നോ ഇവിടെ മറ്റുള്ളവരെയൊക്കെ ഈ മൂക്കിന്റെ താഴെയുള്ള മീശ വിറപ്പിച്ച് പേടിപ്പിക്കുന്നവനെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. തീവ്രവാദി എന്ന് വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഓടേണ്ടതായിട്ട് വരുമെന്ന. വായിച്ചു. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊട, ശബ്ദം വരെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. പൊടുപൊടെ വ്യക്തമായി മനുഷ്യൻ കേൾക്കത്തക്ക വിധത്തിൽ, മനുഷ്യൻ സന്തോഷിക്കാനല്ല, മനുഷ്യൻ ഞെട്ടി വിറയ്ക്കത്തക്ക വിധത്തിൽ ഒരു പൊടുപൊട പൊട്ട് ഈ ഭൂമിക്കുണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാ. വായിച്ചോ. ഭൂമി കിറുകിറാക്കിയിരുന്നു. ആ കീറിപ്പോകുന്ന, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്ത് ആ ജലപ്രളയത്തിന്റെ സമയത്തൊക്കെ നെടുങ്കണ്ടത്തിന്റെ ഭാഗത്തൊക്കെ കിലോമീറ്ററുകളോളം ഭൂമി ചെറുതായിട്ടൊന്ന് കീറി. അതുപോലെ തന്നെ അടിമാലിയുടെ ഭാഗത്ത് ഒരു സ്വർണ്ണ കച്ചവടക്കാരന്റെ ഒരു വീട് 3 നില കെട്ടിടം താഴേക്ക് വീണു. അവന്റെ 2 കാറുകള് 2 നിലയോളം താഴേക്ക് വീണുപോയി, ഭൂമി കീറി. അപ്പൊ അതൊക്കെ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സൂചനയാണ്. അങ്ങനെയുള്ള കീറലുകളല്ല ഇനി നടക്കാൻ പോകുന്നത്. ഭൂമി കിറുകിറ ശബ്ദത്തോടെ, പൊടുപൊട ശബ്ദത്തോടെ പൊട്ടുകയും കിറുകിറ ശബ്ദത്തോടെ കീറുകയും ചെയ്യുന്ന ഒരു ദിവസം വരും. ഇവിടുത്തെ അധികാരികൾക്കും, ഇവിടുത്തെ അഹങ്കാരികൾക്കും, ഇവിടുത്തെ വലിയ വില്ലന്മാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ഓടിച്ചെന്ന് കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കീറുന്നവൻ കെണിയിലകപ്പെടും. എന്താ വരാൻ പോകുന്നത്? വായിച്ചു. ഭൂമി പൊടുപൊട പൊട്ടുന്നു. ഭൂമി കിറുകിറാ കീറുന്നു. ഭൂമി കിടുകിടാ കിടുങ്ങുന്നു. അതിനിടയ്ക്ക് കിടുക്കോ കൂടെ ഉണ്ട് കേട്ടോ. കിറുകിറാ കീറുന്നു. അതുപോലെ തന്നെ കിടുകിടാ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. അത്രമാത്രം ഭൂമിയുടെ അകൃത്യം, മനുഷ്യന്റെ അകൃത്യം, മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന, മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുന്ന, ജാതിയുടെ പേരിൽ കൊന്നൊടുക്കുന്ന അക്രമങ്ങളും അനീതികളും കൊണ്ട് ഭൂമി നിറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ ഇറങ്ങി വരും. സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ പ്രവർത്തിക്കും. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. ഈ ഭൂമിയെ വിറപ്പിക്കും. ഒരുവനും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ഒരു ദൈവം ഇന്ന് മനുഷ്യൻ ആശ്രയിക്കുന്ന ഒരു ദേവന്മാർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂമിയെ അവൻ കാവൽ മാടം പോലെ ആടും. പിന്നെ മത്തനെ പോലെ ചാഞ്ചാടും. കാവൽ മാടം പോലെ ആടും. പിന്നെ വായിച്ചോ. കാവൽ മാടം പോലെ ആടുന്നു. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. അതിന്റെ അകർത്തം ഭൂമിയെ അകർത്യം കൊണ്ടും അനീതി കൊണ്ടും വഞ്ചന കൊണ്ടും വർഗീയവാദികൾക്ക് വാദം കൊണ്ടും കൊലപാതകം കൊണ്ടും ചതിവ് കൊണ്ടും വഞ്ചന കൊണ്ടും ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇന്നും നിൽക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് വീഴും, എഴുന്നേൽക്കയില്ല. ഈ ഭൂമിയുടെ ഈ പോക്ക്, ഇവിടുത്തെ അധികാരികളുടെ ഈ പോക്ക് എന്തിനു വേണ്ടിയാ? ഒരു വലിയ നാശത്തിന് വേണ്ടിയാണ്. എന്നാൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നത് എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഏക നാമം, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ ഭാഗ്യം പദവിയിൽ വന്നവർ ഭാഗ്യവാന്മാരാകട്ടോ. ലോകത്തിൽ നമുക്ക് വലിയ പ്രൗഢിയോ
അല്ലെങ്കിൽ വലിയ സ്വാധീനമൊന്നും കാണില്ല. പക്ഷെ സ്വാധീനമില്ലെങ്കിലും ഈ ലോകത്ത് ആരുടെ കയ്യിലാണോ ഈ ലോകം നിൽക്കുന്നത്, ആർക്കാണ് ഈ ലോകത്തിന്മേലുള്ള പൂർണ്ണ അധികാരമെന്ന് ഒരു ദിവസം ആ സൃഷ്ടിതാവായ ദൈവം വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അന്നാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിശാച് തന്ത്രത്തിലൂടെയാണ് ഈ ഭൂമിയുടെ അധികാരം അവൻ കൈക്കലാക്കിയത്. അതെന്തിനു വേണ്ടിയാ? നാശത്തിന് വേണ്ടിയാ. വഞ്ചനയിലൂടെ ആര് അധികാരം കൈയാടിയാലും അത് ഒടുവിൽ വലിയ നാശത്തിലേക്ക് ചെന്ന് നിവദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 2 കൊരിന്ത്യർ 5 നമ്മൾ 4-5 വായിക്കുമ്പോൾ എന്താ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. ഇന്ന് അടിയും ഉപദ്രവങ്ങളും ഒക്കെ 2 കൈയും കെട്ടി നിന്ന് മേടിക്കുക. ഓടറാന്ന് പറയുമ്പോൾ ഓടുക, അവർ ദേവാലയങ്ങൾ ചുട്ടരിക്കുക, അവരെ അടിച്ചു കൊല്ലുക. അപ്പോഴും അവർ പ്രതികരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ എല്ലാവർക്കും കൂടെ ഇനി ആരെങ്കിലും വന്നാൽ അവനെ നമുക്ക് വെറുതെ വിടലെന്ന് പറഞ്ഞ് 10 പേര് ഒരു ഉറച്ച തീരുമാനത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും കുറച്ച് പേരെ ഉപദ്രവിക്കാം, ഇല്ലേ? അതുകൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ഇല്ല. കലഹവും ബഹളവും വർഗീയ കലാപങ്ങളും വർദ്ധിക്കുകയുള്ളൂ. വർഗീയ കലാപം വർദ്ധിച്ചിവിടെ ലോകം നന്നായി ഭരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. സമാധാനം കൊടുക്കാൻ കഴിയുമോ? സൗഖ്യം കൊടുക്കാൻ കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യമുള്ളവരാകട്ടോ. ഹല്ലേലൂയ. ലോകം ഏതെല്ലാം വഷളത്വത്തിൽ മുൻപോട്ട് പോകുമ്പോഴും ഉറച്ച വിശ്വാസത്തിൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങൾക്ക് മുറുകെ പിടിച്ചുകൊണ്ട്, ഇല്ല കർത്താവേ, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ആ യാക്കോബ് പറഞ്ഞ പോലെ, യാക്കോബ് എന്താ പറഞ്ഞത്? നീ എന്നെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ വിടില്ല എന്നാ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്നാ. ഹല്ലേലൂയ. ആ ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ആ ദൈവത്തോട് നമ്മുടെ വേദനകൾ പറയുവാനുള്ള സാവകാശം നമുക്കുണ്ട്. അതിനുള്ള അവസരം നമുക്കുണ്ട്. അതിനുള്ള അംഗീകാരം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെ പ്രാപിച്ചു? മാനസാന്തരത്തിലൂടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ യേശുവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. പ്രതികൂലം, അവരൊക്കെ ആ പാട്ട് പാടുന്നുണ്ട്. പ്രതികൂലം എനിക്കെന്തും വരട്ടെ, ലോകം എന്നാളും പരിഹസിച്ചിടട്ടെ. പ്രതികൂലം എനിക്കെന്തും വരട്ടെ, ലോകം എന്നാളും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടിയേന്തി. പാട്ടുകൾ പാടി ഞാൻ പോകും, കുരിശിന്റെ ജയക്കൊടിയേന്തി. യേശുവൻ കൂടെയുള്ളതിനാൽ അലകളിൻ മീതെ ഞാൻ ഓടും. താഴുകിൽ അവൻ കൂടെ താഴും, വാഴുകിൽ അവൻ കൂടെ വാഴും. താഴുകിൽ അവൻ കൂടെ താഴും, വാഴുകിൽ അവൻ കൂടെ വാഴും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തെക്കാൾ വലിയൊരു ജീവിതം, സൗഭാഗ്യ ജീവിതം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ഭക്തന്മാർ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ടെന്നറിയാവോ? ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായക. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, ഹല്ലേലൂയ, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ
സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. നമുക്കറിയാം, സാത്താന് നിയമപരമായിട്ട് ഈ ലോകത്തിൽ ഒരു അധികാരവും ഇല്ല. നിയമപരമായിട്ട് നിയമം വെച്ച് നോക്കിയാൽ മറ്റുള്ളവനെ ഉപദ്രവിക്കാനോ തകർക്കാനോ ഒന്നും സാത്താൻ അധികാരമില്ല. പിന്നെ അവൻ എന്ത് ചെയ്യുകയാണ്? വഞ്ചനയിലൂടെ അധികാരം ഏദൻ തോട്ടത്തിൽ വെച്ച് അവൻ കൈമാറി വഞ്ചനയിലൂടെ അവൻ അധികാരം നടത്തിക്കൊണ്ട് അവൻ്റെ സമയത്ത് ചില പ്രവൃത്തികൾ ചെയ്യുകയാണ്. അവന് വേണ്ടി ഒരു സമയം ദൈവം അറിഞ്ഞു തന്നെ വിട്ടുകൊടുത്തിരിക്കുക. കാരണം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ ഗ്രഹിക്കണം. ഇവിടെ നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവില്ല, നീതിയോടെ ഭരിക്കുന്ന ഒരു ഭരണകർത്താവും ഇല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോരുത്തർ അവരവർക്ക് കഴിയുന്ന നന്മകൾ ചെയ്ത്, പൂർണ്ണമായിട്ട് തിന്മ ചെയ്തുകൊണ്ട് ആർക്കും ഇവിടെ ക്രൂരനായിട്ട് ഭരിക്കാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ഭരിക്കുന്ന എതിർ ക്രിസ്തു മാത്രമേ ഇനി വരുള്ളൂ. എന്നാൽ നന്മ കുറച്ച് ചെയ്തുകൊണ്ട് ഒരു 10% നന്മ ചെയ്തുകൊണ്ട് 90% അനീതി ചെയ്ത് മുൻപോട്ട് പോകുന്നു. അങ്ങനെ പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിനൊരു സമയമുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള റോള്, അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന റോൾ ഇവിടെ നിറവേറ്റുന്നു. അവർ കടന്നു പോകുന്നു. ഓരോ കാലങ്ങളിൽ മാറി മാറി ഭരണകർത്താക്കന്മാർ വരുന്നു. ഹല്ലേലൂയ. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിശാചിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനായിട്ട് മനുഷ്യനെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണല്ലോ അവൻ ഏദൻ തോട്ടത്തിൽ ചെന്നത്. അന്നുപോലെ ഇങ്ങോട്ട് അവൻ്റെ ഭരണം നടക്കുകയാണല്ലോ. മനുഷ്യനെ ആവശ്യമാണ്. മനുഷ്യനിലൂടെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് പിശാച് പല തന്ത്രങ്ങളിലൂടെയാണ് അവൻ്റെ പ്രവൃത്തി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ വഷളായിരിക്കുന്ന മതമാണ്. മതമെന്നുള്ള ഒരു വ്യാജം. മതം എപ്പോഴും വ്യാജം തന്നെയാണ്. മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. മതം അഭിപ്രായമാണ്. അത് ഓരോരുത്തരുടെ അഭിപ്രായം. ഏത് ദൈവത്തെ ആരാധിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് മറ്റൊരു മതമല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. മതത്തിന് അടിച്ചേൽപ്പിക്കാനുള്ള അധികാരവും ഇല്ല. ഇന്ന ദൈവത്തെ തന്നെ നിങ്ങൾ ആരാധിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞാലും നമ്മൾ ആരാധിക്കേണ്ട ദൈവം ആരെന്ന് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ ഗ്രഹിച്ച് അത് മനസ്സിലാക്കി മുൻപോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ യേശു അല്ലാതെ മറ്റാരും നമ്മളെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി നിത്യജീവനെ തരുവാനായിട്ട്, സമാധാനം തരുവാൻ അത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ട് ഇന്ന് ഈ കാലത്ത് വാക്ക്. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നമുക്ക് എന്ത് തരുന്നു? നമ്മുടെ കർത്താവ് സമാധാനം തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു മൃഗത്തിലൂടെ പിശാചിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ വെപ്രാളം കാണിക്കാൻ സാധിക്കും, അല്ലേ? മൃഗത്തെ ലൂടെ പിന്നെ പിശാചിന് എവിടെങ്കിലും ഒന്ന് കയറണം. മനുഷ്യനിലൂടെ അവന് പ്രവർത്തിക്കാൻ, അവൻ്റെ അക്രമങ്ങളും അനീതികളും മനുഷ്യനിലൂടെ നടത്തി ഈ പിശാചിന് കയറി പ്രവർത്തിക്കാനായിട്ട് പറ്റാതെ വന്നപ്പോൾ ആ പിശാച് കണ്ടുപിടിച്ചൊരു മാർഗം എന്താ? യേശുവോട് എന്താ പറഞ്ഞത്? ഞങ്ങളെ നശിപ്പിക്കരുതേ, ആ മൃഗത്തിൻ്റെ കൂടെ പന്നിയുടെ കൂട്ടത്തിൽ ഞങ്ങളെ അയക്കണമേ എന്ന് പറഞ്ഞു. പന്നി എന്ത് ചെയ്തു? ഒരു നിമിഷം ജീവിച്ചിരുന്നില്ല. എടാ, ഈ പിശാചിനെ കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് പോയി ചാകുന്നതല്ലോ. പന്നി എന്ത് ചെയ്തു? പന്നികൾ കടും തൂക്കത്തോടെ വെള്ളത്തിൽ വീണ് ചത്തു. പിശാച് ലോകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കാൻ, പന്നികളിലൂടെ വന്ന് പ്രവർത്തിക്കാൻ പന്നികൾക്ക് എന്തേ സാധിക്കുള്ളൂ? കൊലപാതകം നടത്താൻ സാധിക്കും. മറ്റുള്ളവനെ കൊല്ലാനായിട്ട്, ഒരു മനുഷ്യനെ നന്നാക്കാനായിട്ട്, ഒരു മനുഷ്യനെ വളരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല മാന്യമായി അവനെ ഒരുപോലെ സ്നേഹിച്ച് അവനെ മാന്യതയോടെ നടത്താനായിട്ട് ഏതെങ്കിലും പന്നികൾക്ക് കഴിയുമോ? ഇല്ല, കഴിയല. പിന്നെ ഇത് ആർക്കേ കഴിയൂ? മനുഷ്യന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കഴിയും. പക്ഷെ മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഏത് ശക്തിയാണെന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ തെളിയിച്ചു. ഒരു മനുഷ്യനെ വലിയ ഭ്രാന്തനാക്കി, അവൻ്റെ സുബോധം നഷ്ടപ്പെട്ട്
അവൻ എന്താ ചെയ്യുന്നത് അവന് തന്നെ അറിയത്തില്ല. അവൻ ആരെയാണ് ഉപദ്രവിക്കുന്നത് അവനറിയത്തില്ല. അവൻ്റെ ശരീരത്തെ തന്നെ അവൻ ഉപദ്രവിച്ച് മുൻപോട്ട് പോയ കാലം. എന്നാൽ നമ്മുടെ ഭാഗ്യം ഓർക്കുമ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നിൽക്കുന്നേ, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നിൽക്കുന്നേ, തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ, തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഹല്ലേലൂയ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ, അവൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുന്നേ, ലോകായിമ്പം വീടുന്നേ, എൻ്റെ ലോകസുഖങ്ങളെല്ലാം മായായിമ്പം വീടുന്നേ, എൻ്റെ ലോകസുഖങ്ങളെല്ലാം ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി, നായകനാം എൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പിശാചിനോട് എതിർത്ത് പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, അത് ഏദൻ തോട്ടം മുതൽ നമ്മൾ കണ്ടുവരികയാണ്. അവന്റെ തന്ത്രത്തിലൂടെ ലോകത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട്, ലോകത്തെ സമാധാനം കെടുത്തിക്കൊണ്ട്, ലോകത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ലോകത്തിൽ അനീതി വിതച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ലളിയ സമാധാനം കൊടുക്കുന്ന ഒരുവനേ ഉള്ളൂവെന്ന് ലോകത്ത് വിളിച്ചു പറയുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ലോകത്തിന് അനേകർക്ക് ഇന്നും സമാധാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താ? ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? മനുഷ്യൻ, പിശാച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ആരിലൂടെയാ? പിശാച് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ. ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ആരിലൂടെയാ? ദൈവപ്രവൃത്തിയും നടത്തുന്നത് മനുഷ്യരിലൂടെയാ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ലോകം അതിൻ്റെ വഷളത്വത്തിലൂടെ, അതിൻ്റെ അക്രമശക്തിയിലൂടെ, മതവൈരാഗ്യത്തിലൂടെ ലോകത്തെ കൊണ്ടുപോകുന്ന ഒരു സാത്താനി ശക്തി ഈ ലോകം ഭരിക്കുന്നതുണ്ട്. അത് ഇന്ത്യയെ മാത്രം ഉദ്ദേശിച്ചല്ല കേട്ടോ. ലോകം മുഴുവൻ അവൻ്റെ അധീനതയിൽ ഇപ്പം കിടക്കുക. അവൻ്റെ അധീനതയിൽ നിന്ന് ലോകത്തെ പിടിച്ചെടുക്കുവാൻ ഒരു ദിവസം കർത്താവ് വരുന്നുണ്ട്. അത് നമുക്കറിയാം. കർത്താവ് യേശു ക്രിസ്തു ഒലിവുമലയിൽ വരുമ്പോഴാണ്. ഒലിവുമലയിൽ വന്ന് ശത്രുക്കളെ അവിടെ മുഴുവൻ അവരെ തകർത്തതിന് ശേഷമായിട്ട് അവൻ യെരൂശലേമിൽ, ഹല്ലേലൂയ, അവൻ രാജാതിരാജാവായി ഭരണം നടത്തുന്ന ഒരു സുദിനത്തിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അന്നാളിൽ ആ യെരൂശലേമിനെ യഹോവ ശമ്മ എന്ന് പേരാകും. യഹോവ അവിടെ. ഹല്ലേലൂയ. നമ്മുടെ യേശു സമത്വ സുന്ദരമായ, അനീതിയില്ലാത്ത, നീതിയോടെ ഭരണം നടത്തുന്ന, ഹല്ലേലൂയ, നീതിയോടെ രാജ്യം ഭരിക്കുന്ന ഒരു നല്ല സുദിനം വരാൻ പോകുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ സഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ നമുക്കാകാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ദൈവം കേട്ടിരിക്കുന്നു. അതിന് മറുപടി കർത്താവ് വരും ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കും.
അതിന് രണ്ട് പക്ഷമില്ല. ഇതുവരെയും നമ്മളെ നടത്തിയ ദൈവം നാളെയും നമ്മളെ നടത്തുവാൻ ശക്തനാണ്. അവൻ നമ്മളെ ഉപേക്ഷിച്ച് കളയില്ല, അവൻ നമ്മളെ തള്ളിക്കളയില്ല. ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ലോകം നിങ്ങളെ വിടക്കം തണ്ണിയാലും, ഹല്ലേലൂയ, നമ്മെ മാർവോട് ചേർക്കുന്ന ഒരു നല്ല നാഥനുണ്ട്. അവനിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു, കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി.